ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച നഗരസഭാ ഭരണാധികാരികൾക്കെതിരെ ബിജെപി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ശയന പ്രദക്ഷിണം സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ ശയന പ്രദക്ഷിണത്തിൽ 10 പേർ പങ്കെടുത്തു. ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി ദിലീപ് ഘോഷ് അധ്യക്ഷനായി. ബിജെപി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, കെ.സി. രാജു, സെക്രട്ടറിമാരായ പ്രസന്നൻ വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, ദിലീപ് ഘോഷ്, ജിതീഷ് കാവീട്, സൂരജ് താമരയൂർ, സന്തോഷ് ഗുരുവായൂർ എന്നിവർ ശയന പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ബിജെപി മണ്ഡലം ട്രഷറർ ദീപാ ബാബു, വൈസ് പ്രസിഡന്റ് ജ്യോതി രവീന്ദ്രനാഥ്, സെക്രട്ടറി ബിനീഷ് തറയിൽ, ജിതുൻ ലാൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കാളിദാസ്, സിന്ധു ശശീന്ദ്രബാബു, സുധീഷ് പൊന്നരാശ്ശേരി, ഗൗതം രവി, രാധാകൃഷ്ണൻ മനയത്ത്, ശ്രീജിത്ത് പള്ളിക്കര, ദീപക് തിരുവെങ്കിടം, മനോജ് പൊന്നുപറമ്പിൽ, ഹക്കീം കാവീട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതീഷ് കാവീട്, ജനറൽ സെക്രട്ടറി ജിതിൻ മരയ്ക്കാത്ത് എന്നിവർ സംസാരിച്ചു. സമരത്തിന് ശേഷം ശയന പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി. സ്വന്തം കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തിയും ഓരോ ശയനപ്രതിഷ്ഠവും സംഘടിപ്പിക്കാറ്. ആ ക്ഷേത്രത്തിന്റെ പരിപാവനമായ പരിശുദ്ധമായ മതിൽക്കെട്ടിനകത്ത് കിടന്നു ഉരുണ്ടുകൊണ്ട് ആ വഴിപാട് വളരെ ഭക്തിയാദരപൂർവ്വം നമ്മൾ നടത്തും. പക്ഷേ പൊതു റോട്ടിൽ, അത് എങ്ങനെയുള്ള റോട്ടിൽ നിങ്ങൾ ആലോചിക്കണം, ഗുരുവായൂർ നഗരസഭയുടെ മാലിന്യം മുഴുവൻ തുറന്നു വിടുന്ന ഒരു റോട്ടിൽ കിടന്നുരുണ്ടുകൊണ്ട് ഒരു ശയനപ്രദക്ഷിണ സമരം നടക്കുന്നത് സ്വന്തം കാര്യത്തിനല്ല, ഗുരുവായൂർ നഗരസഭയിലേക്ക് വരുന്ന, ഗുരുവായൂരിലേക്കുന്ന, ഗുരുവായൂരിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിക്കുന്നത്. എന്താണ് ഈ സമരത്തിന്റെ ആവശ്യകത? ഈ സമരത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഭരണസമിതിയുടെ പെരുകാര്യത്തെയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ഗുരുവായൂർ നഗരസഭയിലെ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം നടക്കുന്നു. 5 കോടി രൂപ കേന്ദ്ര സർക്കാർ 30 വർഷത്തേക്ക് പലിശരഹിത വായ്പയായി ഈ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. എന്ത് പ്രവർത്തനമാണ് ആ സ്കെൽട്ടൺ അല്ലാതെ, ഈ കാണുന്ന, നമുക്ക് മുന്നിൽ കാണുന്ന ഈ സ്കെൽട്ടൺ അല്ലാതെ ഒരു വികസന പ്രവർത്തനം ആ ബസ് സ്റ്റാൻഡിനകത്ത് നടത്താൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ?